ഇവൾക്ക് കണ്ട മൂന്നാലഞ്ച് ആണുങ്ങളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിമറിയാനൊക്കെ ഇവൾക്ക് ആരോഗ്യം ഉണ്ടല്ലോ. പിന്നെ ഇവൾക്ക് എന്ത്, ഇവൾ എത്ര നാൾ ഇങ്ങനെ തുണി അഴിച്ചിട്ട്, ഇവൾ കഴിഞ്ഞ ദിവസത്തെ ഇവളുടെ കാണണം, അവൾ തുണിയെല്ലാം മാറ്റി വെച്ചേച്ച് ക്രീമും പുരട്ടി കണ്ട ആണുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന ഫോട്ടോ. നിങ്ങളൊരു തന്തയല്ലേ? നിങ്ങൾ നിങ്ങളുടെ മകളെ വ്യഭിചരിക്കാനാണ് പഠിപ്പിച്ചത്. സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നഗ്നതാ പ്രദർശനം നടത്തി പണം സമ്പാദിക്കുന്നു. ഹായ് എവരിവൺ, അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ രേണുസുധിയുടെ അച്ഛൻ തങ്കച്ചന് ഒരു വ്യക്തി ഒരു വോയിസ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ കഴിഞ്ഞ ദിവസം ലൈവ് ഒരെണ്ണം രേണുവിന്റെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ ചുറ്റിപ്പറ്റിയാണ് കേട്ടോ ഈ സംഭവം വന്നിരിക്കുന്നത്. അതിനകത്ത് തങ്കച്ചന്റെ മറുപടിയും കൂടി ഉണ്ട് കേട്ടോ, അതായത് രേണുസുധിയുടെ അച്ഛന്റെ മറുപടി. അതും കൂടി ഒന്ന് കേൾക്കാം. ഞാൻ ഇന്നലെ വൈകിട്ട് വിളിച്ച ആളാണ്, കോട്ടയത്ത് തന്നെ വിളിക്കുന്ന കേട്ടോ. ഞാൻ വിളിച്ച് ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവള് ഇനി ഈ രീതിയിൽ മുന്നോട്ട് ജീവിക്കാനാണ് പ്ലാനെങ്കിൽ നിങ്ങളുടെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് ഈ മേൽഘടകത്തിൽ ഇവള് കാണിക്കുന്ന സബ്സ്ക്രിപ്ഷൻ്റെ വീഡിയോസ് മുഴുവൻ ഞാൻ കാണിക്കും. ഇവള് കാണിക്കുന്ന അശ്ലീലം അത് സത്യമാണ് കേട്ടോ, അങ്ങനെ തന്നെ ചെയ്യണം. സത്യം പറഞ്ഞാൽ ഇവരൊരു പൊതു ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. കാര്യം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്നും തുറക്കാൻ പറ്റില്ല, ഇവര് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇതൊക്കെ തുറന്നു കഴിഞ്ഞ ഉടനെ ആ ലൈവ് വീഡിയോ ഉണ്ടല്ലോ, പുറത്ത് വിട്ട വീഡിയോ, അതാണ് ഫുള്ള് കിടന്ന് കറങ്ങുന്നത്. ആ നാക്കിട്ട് കിടക്കുന്ന സംഭവം ഉണ്ടല്ലോ, എന്തോരം ന്യായീകരിച്ച് ഇവര് ചുണ്ട് പൊട്ടിയിരിക്കുന്ന കണ്ട്, അതുകൊണ്ട് അങ്ങനെ കാണിച്ചാണ്. ചുണ്ട് പൊട്ടിയിരിക്കണം, കുറച്ച് ദിവസത്തെ എന്തോ കാലാവസ്ഥയുടെ പ്രശ്നമാണെന്ന് തോന്നുന്നു, ചുണ്ടെല്ലാം പൊട്ടിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതാണ് ലൈവിൽ വന്ന് കാണിച്ചു തന്നത്. നിങ്ങളുടെ ഈ ചോറ് നിന്ന് എല്ലാവർക്കും മനസ്സിലാകും നിങ്ങൾ എന്തുദ്ദേശത്തിലാണ് അത് കാണിച്ചെന്നുള്ളത്. ജനങ്ങളെ ഇങ്ങനെ മണ്ടന്മാരാക്കാൻ നോക്കുന്നത്. ഇപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് കുറെ ആൾക്കാർ. ഇതിനൊക്കെ വേറെ സൈറ്റുകളും കാര്യങ്ങളും ഉണ്ട്, അതിൽ പോയി ഇങ്ങനെയൊക്കെ കാണിക്കുക. അല്ലാതെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇതിനകത്തൊന്നും വാരി വിതറാൻ വരല്ലേ ഒന്നും. ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രേണു മാത്രമല്ല ഇത് കാണിക്കുന്നത്, സകലമായ സ്ത്രീകളും ഇതുവരെ ഇറങ്ങി തിരിച്ചേക്കുവാണ്. എന്തൊക്കെ വൃത്തികേടാണെന്നറിയോ കാണുന്നത്. അവൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടായിരിക്കും അവൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ ഇവൾ കാണിക്കുന്ന അശ്ലീലങ്ങൾ മുഴുവൻ സോഷ്യൽ മീഡിയയിലുണ്ട്. അത് മുഴുവൻ കൊണ്ടുവന്ന് പള്ളിക്കാരെയും കാര്യങ്ങളെയും എല്ലാം കാണിച്ച് ഇതിനൊരു തീരുമാനമാക്കും. നിങ്ങൾ അങ്ങ് മുന്നോട്ട് പോയാൽ ശരിയാകത്തില്ലല്ലോ. എല്ലാവരും ഭർത്താവ് മരിച്ചാൽ തുണി അഴിച്ചിട്ടിട്ടാണോ ജീവിക്കുന്നത്? അല്ല ബാറിൽ ഡാൻസ് ചെയ്താണോ ജീവിക്കുന്നത്? അല്ല. കണ്ടില്ലേ, സ്വന്തം അച്ഛൻ തങ്കച്ചൻ അയച്ചു കൊടുത്ത വോയിസ് ആണിത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു അച്ഛന് സ്വന്തം മകളെ കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയെ കുറിച്ച്. എന്നാൽ അത് കേട്ടിട്ടെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? അതുമില്ല. തങ്കച്ചൻ എന്ത് ചെയ്തു? ഈ സംഭവങ്ങളൊക്കെ കൂടെ, ഈ വോയിസ് ഒക്കെ കൂടെ എടുത്ത് അഡ്വക്കേറ്റിന് അയച്ചു കൊടുത്തു. എന്നാൽ തങ്കച്ചൻ അത് ചിന്തിക്കുന്നില്ല, രേണുവിന്റെ അച്ഛൻ അത് ചിന്തിക്കുന്നില്ല, ഈ പറയുന്നതൊക്കെ ശരിയാണല്ലോ. ഈ പുള്ളിക്ക് ഇങ്ങനെയൊക്കെ സമ്പാദിച്ചുകൊണ്ടിരുന്ന കാശൊക്കെ പുള്ളിക്ക് എങ്ങനെ കഴിക്കാൻ തോന്നും? അല്ല, ജോലി ചെയ്ത് ജീവിക്കണം. ഇവൾക്ക് കണ്ട മൂന്നാലഞ്ച് ആണുങ്ങളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിമറിയാനൊക്കെ ഇവൾക്ക് ആരോഗ്യം ഉണ്ടല്ലോ. പിന്നെ ഇവൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി, ഇവൾ എന്തെല്ലാം തൊഴിൽ പഠിച്ചിട്ടുണ്ട്. നേഴ്സിംഗ് പഠിച്ചിട്ടുണ്ട്, അവള് എയർപോർട്ടിൽ ഏതാണ്ട് പഠിച്ചിട്ടുണ്ട്, മറ്റേത് പഠിച്ചിട്ടുണ്ട്, മറിച്ചത് പഠിച്ചിട്ടുണ്ടെന്ന്. അവള് പഠിച്ചത് എന്തെങ്കിലും തൊഴിൽ അവള് ചെയ്യട്ടെ. ഇവൾ എത്ര നാൾ ഇങ്ങനെ തുണി അഴിച്ചിട്ട്, ഇവൾ കഴിഞ്ഞ ദിവസത്തെ ഇവളുടെ കാണണം, അവൾ തുണിയെല്ലാം മാറ്റി വെച്ചേച്ച് ക്രീമും പുരട്ടി കണ്ട ആണുങ്ങൾക്ക് ഇട്ട് കൊടുക്കുന്ന ഫോട്ടോ. അതായത് ഇവര് പറയുന്നത് ഈ പിന്നെ കുറച്ച് ജെല്ലെടുത്തിട്ട് കാലിലെ തൊടയിൽ എങ്ങാണ്ട് വെച്ചിട്ട് ഇങ്ങനെ തേക്കുന്ന ഒരു വീഡിയോ ഇങ്ങനെ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവരെന്തോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇനി അതിനകത്ത് പുള്ളിക്കാരിക്ക് എന്തെങ്കിലും പറയാൻ കാണും. ചിലപ്പോൾ ഇനി പറയും മോയ്സ്ചറൈസിങ് ക്രീം തേച്ചതാണെന്ന്. ഇനി വേണേൽ പറയും എന്റെ തൊലിയൊക്കെ കൂടെ പൊളിഞ്ഞ് ഇളകി പോകുന്നു, അതുകൊണ്ട് തേച്ചതാണെന്നൊക്കെ വേണമെങ്കിൽ പറയും. ഈ സ്ത്രീക്ക് എന്തും കാണിക്കാം പബ്ലിക്കിന്റെ മുന്നിൽ. ഒരു മോൻ വളർന്നു വരുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, ഒരു മൂത്ത മകൻ ഉണ്ടെന്ന് പോലും ആലോചിക്കുന്നില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, പുള്ളിക്കാരനെ കുറിച്ച്, കിച്ചുവിനെ കുറിച്ച് യാതൊരു ചിന്തയില്ല. അത് അന്നുമില്ല ഇന്നുമില്ല. ഇളയ ഒരു കുട്ടിയുണ്ടല്ലോ, അതിന്റെ ഭാവിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അച്ഛൻ, അമ്മ, ചേച്ചി, ചേച്ചിയുടെ ഭർത്താവ്, അവരുടെ മക്കൾ, ഇവരുടെയൊക്കെ മുന്നിൽ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് എങ്ങനെ പോയി നിൽക്കാൻ തോന്നുന്നു? എങ്ങനെ അവരുടെ മുഖത്ത് നോക്കാൻ തോന്നുന്നു? അതാണ് ഞാൻ നേരത്തെയൊക്കെ പറയുന്നത്. നെഗറ്റീവിലൂടെ ഏത് മാർഗവും സ്വീകരിച്ച് റീച്ച് ഉണ്ടാക്കുക. പുള്ളിക്കാരുടെ മൈൻഡിൽ ഞാൻ എന്തും ചെയ്യാൻ റെഡിയാണ്, എനിക്ക് റീച്ച് മതി, എനിക്ക് കുറച്ച് കാശ് മതി, ആ ഒരു സംഭവം വെച്ച് മാത്രം നടക്കുന്ന ഒരു സ്ത്രീയാണ് ഇവര്. അവിടെ റേറ്റ് എത്രയാന്ന് ഓരോരുത്തരും ചോദിക്കുന്നത്. നിങ്ങളൊരു അപ്പനല്ലേ? നിങ്ങൾ പള്ളിയുടെ ഏതാണ്ട് വലിയ ഭാരവാഹിത്വം വഹിച്ച് നടക്കുന്ന ഒരുത്തനല്ലേ? ഒന്ന് ആലോചിക്കുക, സ്വന്തം തന്തം മോളെ കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ട ഒരു അവസ്ഥയൊന്ന് ആലോചിക്കുക. ഇനിയെങ്കിലും ദൈവത്തെ ഓർത്ത് ആ മോളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. ഇതിപ്പോ ഫുള്ള് പോയി, ഇനി നേരെയാക്കിയിട്ട് പ്രയോജനമൊന്നും ഇല്ല. എന്നാൽ പോലും ഒന്നും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വയ്യ. സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള കാട്ടായങ്ങളൊക്കെ നിർത്താൻ പറ. ഇവരെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറെ സെലിബ്രിറ്റികളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊന്നും നാണമില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
അവര് പറയുമായിരുന്നു എന്ത് ചെയ്തോട്ടെ, മക്കളെ വളർത്താനല്ലേ, എങ്ങനെയെങ്കിലും ഒക്കെ അവര് ജീവിച്ചോട്ടെ. ഇപ്പൊ എന്താ അവർക്കൊന്നും പറയാനില്ലേ? നമ്മൾ നിങ്ങളോട് മര്യാദയ്ക്ക് പറഞ്ഞു തന്നു, നിങ്ങൾക്കത് കേൾക്കാനും നിങ്ങൾക്കത് മകളെ മര്യാദയ്ക്ക് നിർത്താനും നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ, പിന്നെ ഇവളുടെ പേരിൽ ഞാൻ ചൈൽഡ് ലൈനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുക്കാവുന്നിടത്തെല്ലാം കസ്റ്റംസ് ഇൻ്റലിജൻസി കൊടുത്തിട്ടുണ്ട്. കൊടുക്കാവുന്നിടത്തെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. കരീഷ്മയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി വിദേശത്ത് പോവുകയോ വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവളെ നല്ല രീതിയിൽ അവളെ ചെക്ക് ചെയ്യുകയും എടുക്കുകയും ചെയ്യും. പണ്ടത്തെ പോലെ അവൾക്ക് സ്വർണം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും അവൾക്ക് പറ്റത്തില്ല. ഈ ദുബായിൽ പോയി ചെയ്ത പരിപാടികളെല്ലാം അറിയാം. ഇവിടെ കൂടെ പോയ ആണുങ്ങളുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. ഇവളുടെ കൂടെ കിടന്ന് ദുബായ് കേട്ടില്ലേ? എന്ത് പറയാനാണ്, ഞാൻ കൂടുതലായിട്ട് ഇതൊന്നും എടുത്ത് പറയുന്നില്ല. എന്തായാലും തങ്കച്ചൻ എന്ന് പറയുന്ന നമ്മുടെ രേണുസുധീന്റെ അച്ഛനോട് എനിക്കൊന്നും പറയാനില്ല. ഇതൊക്കെ കേട്ടില്ലേ? ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു ഉൾപ്പുമില്ലാതെ പുള്ളിക്കാരിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണമെന്നുണ്ടല്ലോ, സമ്മതിക്കണം. ഇങ്ങനെയായിരിക്കണം തന്തമാരായി കഴിഞ്ഞാൽ. തങ്കച്ചനായിരിക്കണം ഒരു മാതൃകാ തന്ത. സത്യം പറഞ്ഞാൽ ഓരോരുത്തര് നമ്മൾ വരെ ചിന്തിക്കും ഇവര് ചെയ്യുന്ന തെറ്റിന് എന്തിനാണ് ഫാമിലിനെ വെറുതെ പറയുന്നത്. പക്ഷെ തങ്കച്ചന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടില്ലേ? ഇത്രയൊക്കെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും പുള്ളിക്കാരൻ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ആരായാലും അത് കണ്ടു കഴിഞ്ഞാൽ കുറ്റം പറഞ്ഞു. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കി, ഇങ്ങനെ എന്തെങ്കിലും ഒരു മകള് ഇങ്ങനെ വീട്ടിൽ ഇങ്ങനത്തെ പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ അവളെ ഇറക്കി വിടും വീട്ടിൽ നിന്ന്. ഇതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, അവളുടെ വീട്ടിലാണല്ലോ ഇവര് നിൽക്കുന്നത്. പറഞ്ഞിട്ട് അവളുടെ വീട്ടിലല്ല, എന്നാലും അവളുടെ പൈസക്കാണല്ലോ ഇപ്പൊ ജീവിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും പുള്ളിയൊന്നും മിണ്ടാത്തത്. ശരിക്കും രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നല്ല കാശുണ്ട്, ഫെയിം ഉണ്ട്, എല്ലാ രീതിയിലും ജീവിക്കാനുള്ള ഒരു വകയുണ്ട്. പക്ഷെ എന്നിട്ട് ഈ ഒരു സബ്സ്ക്രിപ്ഷന്റെ ഇതിൽ പോയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാട്ടായങ്ങളൊക്കെ കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? പൈസ ഉണ്ടാക്കാൻ ഏത് മാർഗവും സ്വീകരിക്കുമോ എന്ന് പറയുന്ന ഈ ഒരു ഇതുണ്ടല്ലോ, അത് ശരിയല്ല. ശരിക്കും മോശമാണ്, വളരെ മോശമാണ്. ഇത്തരത്തിലുള്ള മക്കളെ സപ്പോർട്ട് ചെയ്യുന്ന പിന്നെ വീട്ടുകാരെയൊക്കെ എല്ലാവരും വിമർശിക്കും. പോയി കിടന്ന ആണുങ്ങളുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങളൊരു തന്തയല്ലേ? നിങ്ങൾ നിങ്ങളുടെ മകളെ വ്യഭിചരിക്കാനാണ് പഠിപ്പിച്ചത്, വ്യഭിചരിച്ച് ജീവിക്കാനാണ് പഠിപ്പിച്ചത്. ബൈബിളിൽ പറയുന്നുണ്ടോ വ്യഭിചരിച്ച് ജീവിക്കാൻ? ഭർത്താവ് മരിച്ച സ്ത്രീകളെല്ലാം വ്യഭിചരിച്ചാണോ ജീവിക്കുന്നത്? നിങ്ങൾക്ക് അത് കൊണ്ടുവന്ന് തിന്നാൻ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളൊരു തന്തയാണോ? നിങ്ങളൊരാണാണോ? സ്വന്തം മകള് വ്യഭിചരിച്ചിട്ട് കൊണ്ടുവരുന്നത് ഒരു കുടുംബം മൊത്തം തിന്നുന്നത്. നിങ്ങളൊരു നാട്ടുകാർ തന്ന ഒരു വീടിൻ്റെ അകത്ത്, ഒരച്ഛനും എല്ലാവരും കൂടി തന്ന ഒരു വീടിൻ്റെ അകത്ത്. അച്ഛനെങ്ങും ഈ ഒരു പരിസരത്തില്ല കേട്ടോ, അച്ഛനെ കാണാൻ പോലും ഇല്ല. പുള്ളിക്കാരനെ തന്നെ തോന്നി കാണും, കാലങ്ങൾ എല്ലാം തെളിയിക്കുന്നു. പുള്ളിക്കാരന്റെ അടുത്ത് ന്യായം ഉണ്ടെന്ന് പുള്ളിക്കാരന് മനസ്സിലായി കാണും. അപ്പം ഞാൻ ഉദ്ദേശിച്ച ഈ ബിഷപ്പിന്റെ കാര്യമാണ് കേട്ടോ. അപ്പോ പിന്നെ എന്തായാലും അതിന്റെയൊക്കെ ഒരു എക്സാമ്പിൾ ആണ്, കാലം തെളിയിക്കുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇപ്പൊ ഈ കാണുന്നതൊക്കെ. ആ പുള്ളിയുടെ ഒരു ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയതാ. ഇവരുടെ സങ്കടം കണ്ട്, ഇവരുടെ വിഷമം കണ്ടിട്ട് അവർക്ക് ഒരു വസ്തു കൊടുത്തു. അതാണ് ആ പുള്ളി ചെയ്ത തെറ്റ്. ആ ഒരു മനുഷ്യനെയാണ് ഇവര് വിശപ്പാമ്പെന്ന് വരെ വിളിച്ചത്. എന്തായാലും ദൈവമായിട്ട് തന്നെ അവർക്ക് കിട്ടുന്നുമുണ്ട്. കിടന്നുകൊണ്ട് നിങ്ങൾ എന്തുവായി കാണിക്കുന്നതൊക്കെ? ഇതൊക്കെ നിങ്ങൾ ദൈവസന്നിധി നിങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും കേട്ടോ. ഇവളുടെ അഹങ്കാരമൊക്കെ, ഇവള് അഹങ്കാരിയോ എന്തോ ആയിക്കോട്ടെ, ഇവള് വ്യഭിചരിക്കണോ? അവള് വ്യഭിചരിച്ചോട്ടെ. അവള് പേഴ്സണലായിട്ട് അവള് ആരെ വിളിച്ച് വേണമെങ്കിൽ വ്യഭിചരിക്കുകയോ കാശുണ്ടാക്കും. ഇവളെന്തിനു ഇതൊക്കെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിലോട്ട് ഇടുന്നത്? ഇവളെന്തിന് സബ്സ്ക്രിപ്ഷൻ എടുത്തു? ഈ ഭർത്താവ് മരിച്ച സ്ത്രീകൾ സബ്സ്ക്രിപ്ഷൻ എടുത്ത് തുണി അഴിച്ചിട്ട് വയറ് കാണിച്ചും ബുക്കിള് കാണിച്ചും വട കാണിച്ചുമാണോ? അവള് പറയുന്നത് വട, അവിടെ ചെറിയ വടയാന്നും. നിങ്ങളിതൊന്നും കാണുന്നില്ലേ തന്തേ? ഇതൊന്നും കാണുന്നില്ലേ? നിങ്ങൾക്ക് പോയി ആത്മഹത്യ ചെയ്യ്. ഇതൊന്നും മകളെ മര്യാദയ്ക്ക് നിർത്താൻ കഴിവില്ല. എന്തിനിങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ? നിങ്ങളുടെ അച്ഛന്മാരെ ഞാനൊന്ന് കാണട്ടെ, നിങ്ങളുടെ പള്ളിയുടെ കൊണസാണ്ടർമാരെ എല്ലാവരും ഞാനൊന്ന് കണ്ട് ഇവളുടെ ഈ വീഡിയോസും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് കാണിക്കുന്നുണ്ട്. കാണിച്ച് ഇവൾ എന്താ ചെയ്യണേന്ന് അവരറിയണമല്ലോ. അതിൻ്റെ ഇത് നിങ്ങളോട് അവർ ചോദിക്കും. ഈ പള്ളിയിലെ ആൾക്കാർ നിങ്ങളോട് ചോദിക്കും. ഇതാണ് വോയിസ് കേട്ട് തങ്കച്ചൻ പപ്പ കേട്ട്, എന്നിട്ട് കേട്ടിട്ട് അയച്ചു കൊടുത്ത ഒരു അഡ്വക്കേറ്റിനാണ്. ആ അഡ്വക്കേറ്റിന്റെ പേര് ബിന്ദു കൃഷ്ണൻ എന്ന് കണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഈ ബിന്ദു കൃഷ്ണയ്ക്ക് അയച്ചു കൊടുത്തതിന് ശേഷം ഈ അഡ്വക്കേറ്റ് വോയിസ് അയച്ച ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തിക്ക് അയച്ച ഒരു സംഭവം ഉണ്ട്, ഒരു മെസ്സേജ് വാട്സപ്പിൽ ടൈപ്പ് ചെയ്താണ് ഒരു മെസ്സേജ് അയച്ചു വെക്കുന്നത്. ആ മെസ്സേജ് ഞാൻ ഇവിടെ വായിച്ചു തരാം, ഒന്ന് കണ്ടോ. സുഹൃത്തെ, ഞാൻ രേണുസുധിയുടെ അച്ഛൻ തങ്കച്ചന്റെ വക്കീലാണ്, വക്കീൽ ബിന്ദു ആണ്. എന്റെ കക്ഷി ഹൃദ്രോഗിയായ ഒരു മുതിർന്ന പൗരനാണ്. നിങ്ങൾ അയാളെ ഭീഷണിപ്പെടുത്തുകയും ആത്മഹത്യ ചെയ്യാൻ പറയുകയും ചെയ്യുന്ന ഒരു വോയിസ് അദ്ദേഹം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്.
മേലിൽ അയാളെ വിളിച്ചു ഭീഷണിപ്പെടുത്തരുത്. അദ്ദേഹത്തിന്റെ ഫോണിൽ നിരന്തരമായി മകൾ രേണുവിനെ കുറിച്ച് അടിസ്ഥാനരഹിതവും അപമാനകരവും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതുമായ മെസ്സേജുകൾ അയക്കുന്നത് അടിയന്തരമായി അവസാനിപ്പിക്കുക. ഇനിയും ഇത്തരം കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നതാണെന്ന്. എന്ത് നിയമ നടപടി? ആദ്യം അവര് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്നത് നിർത്താൻ നോക്കും. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. നിങ്ങൾ പോയി ചത്തൂടെ എന്നും കണക്ക് ചോദിച്ചിട്ടുണ്ട് അതിനകത്ത്. അതാണ് ഇത്ര വലിയ പൊക്കിപ്പിടിച്ചത്. പ്രേരിപ്പിക്കുകയാണല്ലോ. ഇതിനകത്ത് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യവും. പിന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചു അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അത് പിന്നെ ഇനി ചിലപ്പം ഇതാക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വകുപ്പുകൾ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഈ ഇവരുടെ കക്ഷി എന്ന് പറയുന്ന രേണു സുധി, അവരെ ആദ്യം നന്നാക്കുക. അവര് കാണിക്കുന്നത് ശരിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും തോന്നിയവാസങ്ങൾ കാണിച്ചിട്ട് ഇവര് കാണിക്കുന്ന ന്യായീകരണങ്ങൾ കണ്ടോ? തങ്കച്ചനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരന് യാതൊരു കുലുക്കുമില്ല. ഞാൻ പറഞ്ഞ ഈ വക്കീലാണ് അവരെ വരട്ടുന്നത്. അല്ലാണ്ട് ഇത് വലിയ ഇതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ സത്യം പറയാല് ആരെയും ഉപദേശിച്ച് നമുക്ക് നന്നാക്കാൻ പറ്റത്തില്ല. ഇവർക്കൊക്കെ സ്വന്തമായിട്ട് തോന്നണം. എന്തായാലും അത് കിച്ചുവിന് മനസ്സിലായി. അത് അവന് മനസ്സിലാക്കിയിട്ട് അവൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും അങ്ങനെ തന്നെ പോട്ടെ. പിന്നെ ഋതപ്പനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ചുമ്മാ പോകുന്ന പരിപാടി നിർത്തിയാൽ നന്നായിരിക്കും. എങ്ങനെയെങ്കിലും കാണാൻ ഇടക്ക് പോകുന്നതുകൊണ്ട് ഇപ്പം ഋതപ്പനെ കാണണമല്ലോ. അപ്പൊ എന്ത് ചെയ്യും? അതിന് കിച്ചുവിന് പിന്നെ ഋതപ്പനെ കാണാനുള്ള അവകാശം എന്തായാലും ഉണ്ട്. പിന്നെ അവരുടെ സമ്മതം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് വേദിലക്ഷ്മിയുടെ ഒരു വീഡിയോ ഞാൻ കാണിക്കാം. പുള്ളിക്കാരിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഞാൻ വിചാരിക്കുന്നു. ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയാണ്. രേണുവിന്റെ സീസണിൽ ഉണ്ടായിരുന്ന മത്സരാർത്ഥിയാണ് വേദിലക്ഷ്മി. അപ്പൊ പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. ഇനി ഒരു മനുഷ്യരും ഇത്തരത്തിലുള്ള അപരാധങ്ങൾ കാണിക്കരുത്. അതിൽ നിങ്ങൾക്ക് എത്രമാത്രം പ്രതികരിക്കാൻ പറ്റുമോ മാക്സിമം പ്രതികരിച്ചു. നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. നിങ്ങൾക്ക് ഈ സബ്സ്ക്രിപ്ഷൻ്റെയും എക്സ്ക്ലൂസീവ് കോണ്ടന്റിൻ്റെ ഒക്കെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്നറിയോ? ഈ വീഡിയോ എസ്പെഷ്യലി സമൂഹത്തിലേക്ക് കുറച്ച് ബാഡ് ഇമ്പാക്റ്റ് ചെയ്യുന്ന ക്രിയേറ്റേഴ്സ്, വ്ളോഗേഴ്സ് ആൻഡ് സെലിബ്രിറ്റീസിന് എക്സ്ക്ലൂസീവ്ലി ഉള്ളതാണ്. സമൂഹത്തിൽ ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന, അതായത് ഇത്തരത്തിലുള്ള തോന്നിയാസങ്ങൾ കാണിച്ചിട്ട് മാക്സിമം ഇവര് കാശുണ്ടാക്കുകയാണ്. സോഷ്യൽ മീഡിയയിലെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ വിചാരം എന്താണെന്ന് പറഞ്ഞാൽ വേറെ രീതിയിലുള്ള കണ്ടന്റുകളൊക്കെ പോസ്റ്റ് ചെയ്ത് കാശുണ്ടാക്കും. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ അതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നാണ് ഇവരൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഈ ഒരു വിഷയമായിട്ട് നമുക്ക് ഒരു മനുഷ്യരും ഇതിനെതിരെ കേസ് കൊടുക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല. നമ്മുടെ ഈ ലോകത്ത് ഒരുപാട് ഫെമിനിസം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അവര് പോലും ഇതിനെതിരെ ഒന്നും പ്രതികരിക്കുന്ന പോലും ഇല്ല. അവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പൊ ഈ കണ്ട വീഡിയോ തെലങ്കാനയിലെ ആങ്കർ, ആക്ട്രസ്, എക്സ് BB കോntestant ഒക്കെ ആയിരുന്ന വിഷ്ണുപ്രിയ സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നേരിടുന്ന ഒരു പരസ്യ മാധ്യമ വിചാരണയാണ്. വിജയവാഡയിലെ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ച് യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നുള്ള പേരിൽ ഹൈദരാബാദ് പോലീസിന് കൊടുത്ത ഒരു കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. കണ്ടല്ലോ, രേണുവിന്റെ മാത്രമല്ല എല്ലാവരുടെ പേരിലും ഇതുപോലെ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റും. രേണു ആ ലൈവിൽ കഴിഞ്ഞ ദിവസം കാണിച്ചു കൂട്ടിയ പ്രവർത്തികൾ നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. ഒരു മനുഷ്യരും കേസുമായിട്ട് ഇറങ്ങുന്നുമില്ല. ശരിക്കും നമ്മളെപ്പോലെ സാധാരണക്കാരൊന്നും അതിനായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇച്ചിരി കൂടെ നല്ല രീതിയിലുള്ള വക്കീലിനെ വെച്ചിട്ട് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓക്കെ ആക്കാവുന്നതേ ഉള്ളൂ. അപ്പോ രേണു ചെയ്ത ഈ ഒരു കാര്യം, അല്ലെങ്കിൽ രേണുവിനെ പോലെ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഇവർക്കെതിരെയും കേസ് കൊടുക്കാന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ആ ഒരു പുള്ളിക്കാരിനെ പൊക്കിയത് വേറെ സൈറ്റിൽ നിന്ന് എടുത്തിട്ടാണ്, ഇതുപോലെ പബ്ലിക്കിൽ പോലും അല്ല. 2 ദിവസം മുന്നേ ടെലിഗ്രാം മാഫിയ കോൾ ഔട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ എസ്പെഷ്യലി കേരളത്തിലെ ക്രിയേറ്റേഴ്സ്, വ്ളോഗേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, സെലിബ്രിറ്റീസ് അങ്ങനെ കുറച്ച് പേരുടെ കാര്യങ്ങളും കോൾ ഔട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എസ്പെഷ്യലി സ്ത്രീകൾ. സ്ത്രീ സുരക്ഷയ്ക്ക് ഇത്രയും ഊന്നൽ കൊടുക്കുന്ന ഇന്നത്തെ കാലത്ത് തന്നെ സമൂഹത്തിന് മാതൃക ആവേണ്ടവർ തന്നെ പണത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു വലിയ വിഭാഗത്തിനെ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്നു. സത്യമാണ്. ഈ സുരക്ഷിതത്വം എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്, കുറെ ഫെമിനിസ്റ്റുകാരും ഇറങ്ങിയിട്ടുണ്ട്. ഇവർക്ക് ആർക്കും ഇതിനെതിരെ ഒന്നും പ്രതികരിക്കാനില്ലേ? ആർക്കും പ്രതികരിക്കേണ്ട, കമാന്ന ഒരു അക്ഷരവും ഇണ്ടണ്ട. ഇതാണോ സ്ത്രീ സുരക്ഷിത എന്ന് പറയുന്നത്? എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. എത്രത്തോളം വൃത്തികെട്ട രീതിയിലാണ് ഈ ഇതുപോലെ കാര്യങ്ങൾ, ലൈവും കാര്യങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വളർന്നു വരുന്ന ഒരു തലമുറയുണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടോ? കൊച്ചുകുട്ടികൾ വരെയാണ് ഇപ്പൊ ഫോൺ യൂസ് ചെയ്യുന്നത്. മലയാളത്തിൽ ഉൾപ്പെടെ സൗത്ത് ഇന്ത്യയിലെ ലീഡിംഗ് സെലിബ്രിറ്റീസ് ആയിരുന്ന കിരൺ റാത്തോർ, പൂനം ബാജ്വ തുടങ്ങിയ മുൻനിര നായികമാര് പോലും സബ്സ്ക്രിപ്ഷന്റെ പേരിൽ നഗ്നതാ പ്രദർശനം നടത്തി പണം സമ്പാദിക്കുന്നുണ്ട്. ഇത് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം കേരളത്തിലെ ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, വ്ളോഗേഴ്സ് ഒക്കെ ആയിട്ടുള്ളവർ, അതും 1 മില്യൺ 2 മില്യണേഴ്സ് ഒക്കെ ഫോളോവേഴ്സ് ഉള്ളവർ തന്നെ ഇതേ വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. പണമായിരിക്കാം മെയിൻ മോട്ടീവ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൻസികയുടെ ആ ഒരു വിഷയമില്ലേ, ആ പുള്ളിക്കാരിക്കൊന്നും പണം ഇങ്ങനെയൊന്നും സമ്പാദിക്കേണ്ട ഒരു ആവശ്യമില്ല.
1 മില്യന് പുറത്താണ് പുള്ളിക്കാരിക്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത്. സത്യം പറഞ്ഞാൽ അഹാന മാത്രമുള്ള ഇച്ചിരിയെങ്കിലും നല്ല രീതിയിൽ നടക്കുന്നത് ആ കുടുംബത്തിൽ. അവര് പണം കൊടുത്ത് കുറച്ച് ആളുകൾ മാത്രം കാണും എന്ന് വിചാരിക്കുന്ന ഈ കോണ്ടന്റ്സ് അത് പിന്നെ റീ റെക്കോർഡ് ചെയ്തിട്ട് തുടർ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക ഡീപ് വെബ് പോലുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്ന ഒരു ഓഡിയൻസിലോട്ട് മാത്രമല്ല ഈ കോണ്ടന്റ്സ് എന്നെത്തുന്നത്. ഡേ ടു ഡേ ലൈഫിൽ സാധാരണക്കാർ എല്ലാ ദിവസവും കാണുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടായിരിക്കാം വീട്ടിലെ പെൺകുട്ടികളും സ്ത്രീകളും പോലും ഇതേ ഒരു വഴി തിരഞ്ഞെടുക്കുന്നുണ്ട്. ഞാൻ കണ്ട ടെലിഗ്രാം ചാനലിൽ മാക്സിമം ഭൂരിഭാഗം ആൾക്കാരുണ്ടായിരുന്നത് ഓർഡിനറി ആയിട്ടുള്ള മലയാളി പെൺകുട്ടികളും സ്ത്രീകളും തന്നെയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അത് കോൾ ഔട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സിനെ തന്നെ ഫസ്റ്റ് കോൾ ഔട്ട് ചെയ്യണമെന്ന് തോന്നിയത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവര് വിചാരിക്കും ആരും കാണത്തില്ല, ഇതൊന്നും ഉള്ള ധൈര്യത്തിലാണ് ഇവർ ഓരോന്നൊക്കെ കാണിക്കുന്നത്. പറഞ്ഞാൽ ഇത് കാണുന്നവരെ തന്നെ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് പുറത്ത് വിടുന്നുണ്ട്. അത് ഇവരെ മനസ്സിലാക്കുന്നില്ല. സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനത്തെ തോന്നിവാസമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജാനകി എന്ന് പറയുന്ന ഒരു ഈ പുള്ളിക്കാരിയും ഇത് തന്നെയായിരുന്നു തുടങ്ങിക്കൊണ്ട് 399 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യമുള്ള എന്തും കാണാം. പേഴ്സണലി വന്ന് അത് അയച്ചു ഇത് അയച്ചു തരുമെന്ന് ചോദിക്കാതെ പേഴ്സണലി വന്ന് നിങ്ങൾ കാണാൻ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം കാണേണ്ടതൊക്കെ കാണാമെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. പുള്ളിക്കാരി വന്നിട്ട് പച്ചയ്ക്ക് അങ്ങ് വിളിച്ചു പറയൂ എന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം കോണ്ടന്റ്സ് കണ്ടാലോ അല്ലെങ്കിൽ ഇത് സർക്കുലേറ്റ് ചെയ്യുന്ന ചാനൽസ് ശ്രദ്ധയിൽപ്പെട്ടാലോ ഇമ്മീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്ത് ഇതിനൊരു എൻഡിൽ എത്തിക്കണം. കാരണം ഇപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഓൾറെഡി നിൽക്കുന്നത്. ഇത് ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കും എന്നറിയത്തില്ല. നാളെ കാലത്ത് നമുക്ക് പരിചയത്തിലുള്ള ഒരാൾക്ക് പോലും ഇത് വന്നാലും ഇതുപോലൊരു ചതിയിൽ അവർ ചെന്ന് പെട്ടാലും നമ്മൾ ചിലപ്പോ നോക്കി നിൽക്കില്ല. അതുകൊണ്ട് മാക്സിമം ഇത്തരത്തിലുള്ള ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കേസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും ഒന്ന് അറിയാവുന്നവരൊക്കെ പോയി ഒന്ന് കേസ് കൊടുക്കുക. ഇങ്ങനത്തെയുള്ള പ്രവൃത്തികളൊന്നും ഇനിയും ഒരു മനുഷ്യനും ചെയ്യാതിരിക്കട്ടെ. എന്തായാലും ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. തങ്കച്ചന്റെ പ്രതികരണം എന്തായാലും നിങ്ങൾ കണ്ടല്ലോ, അതൊക്കെ നേരെ വക്കീലിന് അയച്ചു കൊടുത്തത്. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.